വൈകുന്നേരം അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ഒരു ചായ കൂടി പതിവാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ആ നേരത്തേക്ക് എന്തെങ്കിലുമായിട്ട് കൊണ്ടുവരാറുണ്ടേ. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഈ പുളിമുട്ടായി. ഇത് എത്രത്തോളം തിന്നാലും എനിക്ക് കൊതി മാറില്ല കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇത് എത്രമാത്രം തിന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ ഇതാ ചായയൊക്കെ തിളപ്പിച്ചു കേട്ടോ. അച്ഛനും അമ്മയും വർത്താനം പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ മുന്നിൽ. എല്ലാ ദിവസവും എത്രയൊക്കെ വൈകിയാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പൊതി അച്ഛൻ കൊണ്ടുവരാറുണ്ട് കേട്ടോ. അതിപ്പോൾ കടപ്പലഹാരമൊക്കെ ആയിരിക്കും. അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ KFCയും ബർഗറും ഒന്നും തിന്നാലും അതിൻ്റെ ആ ഒരു സ്നേഹത്തോടു കൂടിയുള്ള ആ കൊണ്ടുവരലുണ്ടല്ലോ ഒരു പ്രത്യേകമാണ് കേട്ടോ. അച്ഛൻ വരുമ്പോഴത്തേനും ഞങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുതരും കേട്ടോ പലഹാരപ്പൊതി ഉണ്ടെങ്കിൽ. അപ്പോഴത്തേക്കും ഞാൻ പോയി ചായ ഇടും. എന്നും ഇതാണ് കേട്ടോ പതിവ്. അതുകൊണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രതീക്ഷിക്കാറുണ്ടേ. നമ്മുടെ ഇവിടെയൊക്കെ പണ്ടത്തെ സ്റ്റൈലിലുള്ള ഹോട്ടലുകളും ചായക്കടകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നല്ല മുരിഞ്ഞ പലഹാരങ്ങളും ഇതുപോലത്തെ ആവിയിൽ വെന്തിട്ടുള്ള പലഹാരങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അച്ഛൻ ഇടയ്ക്ക് വാങ്ങിക്കൊണ്ട് വരുവേ. ഈ പലഹാരം വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്ന കൊച്ചിനെ പ്രതീക്ഷിച്ചാണ്. ഇത് അവൻ്റെ പങ്ക് വാങ്ങാൻ വേണ്ടി അവൻ ഓടി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടുള്ള ചായയും പലഹാരമായിട്ടാണ് ഞാനീ പോയതേ.